ഹലോ, അപ്പം നമുക്കൊന്ന് റെഡി അയച്ചു തരാം. ഇനി നമുക്ക് ഫൗണ്ടേഷൻ വേണ്ട, കൺസീലർ വേണ്ട. കൺസീലർ വേണമെങ്കിൽ ഇരിക്കും. മോയ്സ്ചറൈസർ, സ്കിൻ പ്രൊട്ടക്ടിങ്, എന്തെങ്കിലും പ്രൈമർ വേറൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എസ്പെഷ്യലി നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ, ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞിട്ട് SPF സൺസ്ക്രീൻ, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതെ. ഓക്കെ, ശരി, സൺസ്ക്രീൻ ഞാൻ ഇത്ര ഇടാറുള്ളൂ കേട്ടോ. കൺസീലർ ഡാർക്ക് സർക്കിൾസിൽ മാത്രം ഇടുന്നത് കേട്ടോ. ഇത് മെബിലിൻ ഫിറ്റ് മീ കൺസീലർ. ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് 50 കഫേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്, ഹൈലൈറ്റിംഗ് ഷെയ്ഡല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ലിപ്സ് ടൂ ടോൺ പിഗ്മെന്റഡ്, ഭയങ്കര പിഗ്മെന്റഡ് ലിപ്സ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സീക്രട്ട് പഠിക്കാറുണ്ടോ. ഞാൻ സീക്രട്ട് ഒന്നും പഠിക്കാറില്ല. എനിക്ക് ഇത് വരാൻ കാരണം ഡാർക്ക് സർക്കിൾസിന് കാരണം മെയിൻ അലർജി ഉണ്ട് എനിക്ക്. അത് കാരണം ഡാർക്ക് സർക്കിൾസ് വരും. എന്നെ ഈ കാലത്തിരിക്കുന്ന ചുണ്ടിന് കാരണം മേ ബി ജെനറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഓവർ യൂസ് ആയിട്ട് ലിപ്സ്റ്റിക് ഇഷ്ടംപോലെ ചീപ്പ് ബ്രാൻഡ്സ് ഒക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പം ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച ഒരു ഐലൈനർ സ്കെച്ച് ആട്ടോ. ഇത്രേ ഉള്ളൂ, ചുമ്മാ ഒരു വര, ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്, കൊള്ളാണ്ടേ? ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ഇതാണ്. ഇത് മെറിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വെർസിമിലിയൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മാർസിന്റെ സീറോ ഫോർ സ്കാൻഡലസ് ബ്രൗൺ, അത്യാവശ്യം ഫേമസ് ഒരു ലൈനർ ഷെയ്ഡാണ്. ഇതുണ്ടോ, ഇത് റെഡ് ആയിട്ട് തോന്നും, ബട്ട് ദിസ് ഈസ് നോട്ട് ദാറ്റ് റെഡ്. ബ്രൗൺ സ്കിൻ ഫ്രണ്ട്ലി റെഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്. ഇതിന്റെ കൺസിസ്റ്റൻസി ഈസ് കൈൻഡ് ഓഫ് വെരി ലൈറ്റ് വെയിറ്റ്. കണ്ടോ, നോ മേക്കപ്പ് ലുക്കിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലഷ്. മെറിറ്റിന്റെ തന്നെ ബ്ലഷ് ആണ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എനിക്ക് കൊടുത്തതാണ്. ഐ തിങ്ക് ദിസ് ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഐ തിങ്ക് അറൌണ്ട് 2000 എബോ വരും. നമുക്ക് കൂടുതൽ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. മുടി അങ്ങോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ അറിയാത്ത ഒരു സംഭവമാണ് ഈ ഹെയർ സ്റ്റൈൽ. എന്നെ കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ. അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മെത്തേഡ്. സിമ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങി അടിച്ചു കഴിയുമ്പോൾ കുറച്ച് ഹെവി ആയെന്നൊരു ഡൗട്ട് അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇനി കൂടുതൽ കെട്ടടിവിക്ക് വേണമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ വെച്ചിരുന്ന മതി എന്നിട്ട് പറയണ്ട. ബൈ ബൈ.